Hi students, welcome back to World of Commerce. Today I would like to continue the chapter Not for Profit Organization. There are certain adjustments which require special attention while preparing the final accounts of Not for Profit Organization. നമ്മൾ Not for Profit Organizationന്റെ final accounts എസ്പെഷ്യലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട ചില ഐറ്റംസ് ഉണ്ട്. എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, അതുപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഓർ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, such type of items. Today we are going to discuss about such special items. ചില കേസുകളിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിനുവേണ്ടി നിങ്ങൾക്ക് കുറേ ഐറ്റംസ് തരും. ഫോർ എക്സാമ്പിൾ, subscription received during the year 2005 rupees 20,000. Subscription outstanding as on 1st January 2005 rupees 1,000. Third one, subscription outstanding as on 31st December 2005 rupees 2,000. Fourth one, subscription received in advance as on 1st January 2005 rupees 3,000. Subscription received in advance as on 31st December 2005 rupees 500. ഇങ്ങനെ കുറേ സബ്സ്ക്രിപ്ഷൻ തരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ കറണ്ട് ഇയേഴ്സ് എമൗണ്ട് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ ഏത് ഇയറിലെ അക്കൗണ്ടാണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ കൺസേൺഡ് ഇയറിലെ എമൗണ്ട് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നു കഴിയുമ്പോൾ ഇത് ഏതൊക്കെ ഐറ്റം ആഡ് ചെയ്യണം, ഏതൊക്കെ ഐറ്റം ലെസ് ചെയ്യണമെന്ന് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യത്തില്ല. ഇവിടെ ശ്രദ്ധിച്ച്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 1st January 2005 rupees 1,000 പറയുന്നു. ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. അതിനാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഏൺ ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടില്ല. 1st Januaryയിൽ ഏൺ ചെയ്തതായിട്ട് കാണിക്കുമ്പോൾ, ഔട്ട്സ്റ്റാൻഡിങ് കാണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക പ്രീവിയസ് ഇയറിലെ ആയിരിക്കും. ഇവിടെ ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എപ്പോഴും പ്രീവിയസ് ഇയറിലെ, കഴിഞ്ഞ വർഷത്തെയാണ്. അത് നമ്മൾ ഒരിക്കലും ഈ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ആഡ് ചെയ്യരുത്, പകരം ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. പ്രീവിയസ് ഇയറിലെ ആയതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യണം. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st December 2005 എന്ന് പറഞ്ഞാൽ ഈ ഇയർ എൻഡിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇയർ എൻഡിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് എപ്പോഴും ആ കറണ്ട് ഇയറുമായി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ആ എമൗണ്ട് ആഡ് ചെയ്യേണ്ട എമൗണ്ടാണ്. ഇയർ എൻഡിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, ഓപ്പണിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുക. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1st January 2005. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഈ വർഷം തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എൻഡിലതാണ് ഈ വർഷം തുടക്കത്തിൽ വരുന്നത്. അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത് കറണ്ട് ഇയറിലെ തന്നെയാണ്. ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യും.
then subscription received in advance as on 31st December 2005 എന്ന് പറഞ്ഞാലോ ഈ ഇയർ എൻഡിങ്ങിൽ അഡ്വാൻസ് ആയി കിട്ടി എന്ന് പറയുമ്പോൾ സക്സീഡിങ് ഇയറിലെയാണ്, വരാനിരിക്കുന്ന നെക്സ്റ്റ് ഇയറിലതാണ്. അതൊരിക്കലും ഇവിടെ ആഡ് ചെയ്യരുത്, പകരം ലെസ് ചെയ്യുക. ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗർ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മയിൽ വെക്കുക. നോക്കുക, ഇവിടെ നമ്മൾ ബിഗിനിങ്ങും കാണിക്കുന്നു, ഓർ ഓപ്പണിങ്ങും കാണിക്കുന്നു, എൻഡും കാണിക്കുന്നു. എൻഡിലെ കേസ്, ഓപ്പണിങ്ങിലെ കേസ്, എൻഡിലെ കേസ്. ഐറ്റംസ് ശ്രദ്ധിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കേസിൽ എപ്പോഴും എൻഡിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്നു, ബിഗിനിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുന്നു. ബിഗിനിങ് ഓർ ഓപ്പണിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർക്കാൻ? ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഓർക്കുന്നതാണെങ്കിൽ ഓപ്പണിങ്ങിലെ ഐറ്റം മൈനസ് ചെയ്യുന്നു ഔട്ട്സ്റ്റാൻഡിങ് ആകുമ്പോൾ, എൻഡിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്നു. ഇനി അഡ്വാൻസ് ആണെങ്കിലോ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിലോ ഓപ്പണിങ്ങിലെ അഡ്വാൻസ് ആഡ് ചെയ്യണം, ക്ലോസിങ്ങിലെ അഡ്വാൻസ് ലെസ് ചെയ്യണം. ഈ ഫിഗർ നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഔട്ട്സ്റ്റാൻഡിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസും കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ ഓപ്പണിങ്ങിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആഡ് ചെയ്യുന്നു, ക്ലോസിങ്ങിലെ അഡ്വാൻസ് ലെസ് ചെയ്യുന്നു. ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കുക, ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കേസിൽ ക്ലോസിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്നു, ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുന്നു. ഇവിടെ അഡ്വാൻസ് ആണെങ്കിലോ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിങ്ങിലതാണ് കറണ്ട് ഇയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഓപ്പണിങ്ങിലെ ആഡ് ചെയ്യുന്നു. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിങ് ആകുമ്പോൾ നെക്സ്റ്റ് ഇയറിലതാണ്, അതിവിടെ ലെസ് ചെയ്യണം. ഇത്രയും കറക്റ്റായിട്ട് നിങ്ങൾ മൈൻഡിൽ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഏത് എമൗണ്ടാണ് ആഡ് ചെയ്തു, ഏത് എമൗണ്ടാണ് ലെസ് ചെയ്യുന്നതെന്നുള്ള ടോട്ടൽ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം സബ്സ്ക്രിപ്ഷൻ ഇന്നർ കോളത്തിൽ 20,000 എടുക്കുക. ഏതൊക്കെ ഐറ്റം ഇവിടെ ആഡ് ചെയ്യണം? ക്ലോസിങ്ങിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിങ്ങിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസും 2 എമൗണ്ട് ആഡ് ചെയ്യുക. 20,000ൻ്റെ കൂടെ 2,000 + 3,000 ടോട്ടൽ 5,000 ആഡ് ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ 20,000ൻ്റെ കൂടെ 5,000 ആഡ് ചെയ്യുക. 25,000 കിട്ടും. അതിൽ നിന്ന് 1,500 മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എമൗണ്ട് ഓഫ് ഇൻകം ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊരു ഇൻകത്തിൻ്റെ കേസാണ് സംസാരിച്ചത് അല്ലേ? ഇൻകത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. സബ്സ്ക്രിപ്ഷൻ ഒരു ഇൻകമാണ്. ഇപ്പോൾ ഇൻകം ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി എക്സ്പെൻസിൻ്റെ കേസാണെങ്കിലോ, ലിസൺ ഹിയർ. ഇപ്പോൾ എക്സ്പെൻസിൻ്റെ കേസിലാണെങ്കിൽ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2005 rupees 10,000. Salary unpaid as on 1st January 2005 rupees 1,000. Salary unpaid as on 31st December 2005 rupees 2,000. Salary prepaid as on 1st January 2005 rupees 3,000. Salary prepaid as on 1st January 2005 rupees 500. ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നോക്കുക, ഇവിടെ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2005 തന്നിട്ടുണ്ട്. സാലറി അൺപെയ്ഡ് ആസ് ഓൺ 1st ജാനുവരിയും സാലറി അൺപെയ്ഡ് ആസ് ഓൺ 31st ഡിസംബറും തന്നിട്ടുണ്ട്. അതുപോലെ സാലറി പ്രീപെയ്ഡ് ആസ് ഓൺ 1st ജാനുവരി തന്നിട്ടുണ്ട്. സാലറി പ്രീപെയ്ഡ് ആസ് ഓൺ 31st ഡിസംബർ
2005 തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങിലെ ക്ലോസിങ്ങിലെയും അൺപെയ്ഡും പ്രീപെയ്ഡും തന്നിട്ടുണ്ട്. ഇവിടെ ഈ അൺപെയ്ഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിങ്. അൺപെയ്ഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിങ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഇൻ അഡ്വാൻസ്. പെയ്ഡ് ഇൻ അഡ്വാൻസ്. പെയ്ഡ് ഇൻ അഡ്വാൻസിനാണ് നമ്മൾ പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. ഈ കേസിലും നമ്മൾ പഴയ ഫിഗർ ഓർത്തിരുന്നാൽ മതി. പഴയ ഫിഗറിൽ എങ്ങനെയായിരുന്നോ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഓർക്കേണ്ടത്. ഐറ്റംസ്, ഓപ്പണിംഗ്, ക്ലോസിംഗ്. ഇവിടെ അൺപെയ്ഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് രണ്ടും ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, ഓപ്പണിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യണം. ഇനി അഡ്വാൻസ് ആണെങ്കിലോ പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓർ പ്രീപെയ്ഡ്. പെയ്ഡ് ഇൻ അഡ്വാൻസിന് പറയുന്ന മറ്റൊരു വാക്കാണ് പ്രീപെയ്ഡ്. ഇവിടെ എന്ത് ചെയ്യണം? ഓപ്പണിങ്ങിൽ അത് ആഡ് ചെയ്യണം, ക്ലോസിങ്ങിൽ ലെസ് ചെയ്യണം. ഈ ഫിഗർ അറിയാമെങ്കിൽ ഇത് ചെയ്യുന്നതിന് പ്രയാസമുണ്ടോ? ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. അപ്പം ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ഏതാണ്? അൺപെയ്ഡ് എമൗണ്ട്. ക്ലോസിങ്ങിൽ അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഇയർ എൻഡിങ്ങിൽ കൊടുത്തിട്ടില്ല, ഈ ഇയറിലെ തന്നെയാണ് അത് ആഡ് ചെയ്യുക. കണ്ടോ? അൺപെയ്ഡ് ആസ് ഓൺ 31st December മീൻസ് ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്, ആ എമൗണ്ട് ആഡ് ചെയ്യണം. ദെൻ ഓപ്പണിങ്ങിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1st January പ്രീപെയ്ഡ്. പെയ്ഡ് ഇൻ അഡ്വാൻസ്. റിസീവ്ഡ് അല്ല, ഇവിടെ സാലറി എക്സ്പെൻസ് ആണ്, പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇത് ആഡ് ചെയ്യുക. ഓപ്പണിങ്ങിലെ പെയ്ഡ് ഇൻ അഡ്വാൻസ് അതായത് പ്രീപെയ്ഡും ക്ലോസിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ്ങുമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. 2 ഐറ്റംസ്. ലെസ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിങ്ങിലെ പെയ്ഡ് ഇൻ അഡ്വാൻസും ലെസ് ചെയ്യുക. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഇൻകം ആയാലും എക്സ്പെൻസ് ആയാലും എപ്പോഴും ക്ലോസിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, ഓപ്പണിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യണം. ഇനി റിസീവ്ഡ് ഇൻ അഡ്വാൻസോ പെയ്ഡ് ഇൻ അഡ്വാൻസോ വാട്ട് എവർ മേ ബി, ഇനി അഡ്വാൻസിൻ്റെ കേസിൽ എപ്പോഴും ഓപ്പണിങ്ങിൽ എമൗണ്ട് ആഡ് ചെയ്യുക, ക്ലോസിങ്ങിൽ എമൗണ്ട് ലെസ് ചെയ്യുക. ഇനി നിങ്ങൾക്കിത് ഈ ഫിഗർ മൈൻഡിൽ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഏത് പ്രോബ്ലവും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാലൻസ് ഷീറ്റിൽ ഈ എമൗണ്ടൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? ബാലൻസ് ഷീറ്റിൽ എപ്പോഴായാലും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും വരും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും വരും. ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച്, ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ഈ ഐറ്റംസ് എങ്ങനെ വരും? ക്ലോസിങ്ങിലെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2005 ആണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. നമ്മൾ അസറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുമല്ലേ? പ്രീപെയ്ഡ് സാലറി. ക്ലോസിങ്ങിൽ എമൗണ്ട് എത്രയാണോ പ്രീപെയ്ഡ് സാലറി എമൗണ്ട് വരും. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എപ്പോഴും നമുക്ക് അസറ്റാണ്. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ആ എമൗണ്ട് എപ്പോഴും അസറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസും അസറ്റാണ്. ക്ലോസിങ്ങിലെ എമൗണ്ട് ആണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിലെ പ്രീപെയ്ഡ് സാലറി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. അതുപോലെ ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. ലയബിലിറ്റി സൈഡിൽ വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരും. നമ്മുടെ ക്വസ്റ്റ്യനിൽ അൺപെയ്ഡ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അൺപെയ്ഡ് സാലറി വരും. അതുപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റിയാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31st December 2005 ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് ക്ലോസിങ്ങിലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇവിടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇൻകം അഡ്വാൻസ് ആയിട്ട് അടുത്ത വർഷത്തെ ഇൻകം ഇപ്പോഴേ അഡ്വാൻസ് നമ്മൾ വാങ്ങിച്ചാൽ അത് നമുക്ക് ലയബിലിറ്റിയാണ്.
അതുപോലെ സാലറി, അൺപെയ്ഡ് സാലറി ഉണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റി ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണിത് ബാലൻസ് ഷീറ്റിലേക്ക് ഈ ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കമൻസ് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.